വിഴിഞ്ഞം മത്സ്യബന്ധന തീരത്ത് അപൂർവ ഇനത്തിൽപ്പെട്ട സ്രാവെത്തി. നരിപ്പലൻ എന്നാണ് ഈ സ്രാവിനെ മത്സ്യത്തൊഴിലാളികൾ വിളിക്കുന്നത്. 300 കിലോയോളം ഭാരമുണ്ട് ഈ സ്രാവിന്. നരിപ്പല്ല് സ്രാവും. ജിബിൻ ജേബി ചേരുന്നുണ്ട് തത്സമയം. ജിബിൻ, 300 കിലോയോളം ഭാരം, ഒരു 1.5 സ്രാവ് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട്. ഈ നരിപ്പലൻ എന്ന പേര് അതിന്റെ പല്ലിന്റെ പ്രത്യേകത കൊണ്ട് കിട്ടിയതാണോ? ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു പല്ലിന്റെ ഒരു ഷാർപ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ നരിപ്പലന്റെ പ്രത്യേകതകൾ, പറഞ്ഞോളൂ. ഈ കടലിലെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. കാരണം ഇതൊക്കെ കാണുന്നതൊക്കെ തന്നെ ഓരോന്നും ഓരോ ഷേപ്പൊക്കെ തന്നെയായിരിക്കും. ചിലത് കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും, ചിലതിനെയൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ലാളിക്കാൻ തോന്നും, മറ്റു ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേടി തന്നെ തോന്നും. അത്തരത്തിലുള്ള ഒരു സ്രാവാണ് കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞത്തെത്തിയത്. ഇത് നരിപ്പലൻ എന്നാണ് പറയുന്നത് ഈ സ്രാവിനെ പേര് വിളിക്കുന്നത്. കാരണം മത്സ്യത്തൊഴിലാളികൾ ഇത് കാണുമ്പോൾ, കടലിൽ വെച്ച് തന്നെ കാണുമ്പോൾ ഇതിനെ പേടി തോന്നുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ പല്ലൊക്കെ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ പല്ലൊരു കത്രിക ഷേപ്പിലാണ് ഓരോ പല്ലുകൾ ഇരിക്കുന്നത്. അതും ഭയങ്കര റെഡിഷ് ആയിട്ടാണ് ഇതിൻ്റെ ഉത്ഭാവമൊക്കെ തന്നെ, പല്ലിൻ്റെ ഉത്ഭാവമൊക്കെ തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പേടിപ്പിക്കുന്ന തരത്തിലുള്ള രൂപമാണ് ഈ ഒരു നരിപ്പലൻ എന്ന് പറയുന്ന സ്രാവിനുള്ളത്. ഇത് ഏകദേശം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞത്ത് ലഭിച്ച സ്രാവിന് ഏകദേശം 300ഓളം കിലോ വലിപ്പവും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇത് ഈ നരിപ്പലൻ വിഭാഗത്തിൽപ്പെട്ട സ്രാവിൻ്റെ കുഞ്ഞാണെന്നാണ്. കാരണം ഇത് ഇനിയും വലിപ്പം വയ്ക്കും. ഏറ്റവും അധികം പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന ഒരു സ്രാവ് കൂടിയാണ് ഈ നരിപ്പലൻ സ്രാവ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസവും ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി, സ്രാവിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി കൂടി ഈ വിഴിഞ്ഞത്ത് കിട്ടിയിരുന്നു. അതും വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു കൗതുകമുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ സമീപകാലത്ത് വിഴിഞ്ഞം തീരം കേന്ദ്രീകരിച്ച് സ്രാവിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുൻപൊന്നും തന്നെ ഈ സ്രാവ്, ഈ നരിപ്പലൻ സ്രാവൊന്നും വിഴിഞ്ഞം തീരത്ത് അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇതിനെ തീരത്തേക്ക് എത്തിച്ച മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത്. എന്തായിരുന്നാലും മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു സ്രാവിനെയാണ് കരയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ തന്നെ ഇത് കാണുമ്പോൾ അതിന് ഈ കാർട്ടൂണിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ചില പേടിപ്പെടുത്തുന്ന രൂപങ്ങളുണ്ട്. പറഞ്ഞതുപോലെ വളരെ പേടിപ്പിക്കുന്ന ഒരു രൂപം തന്നെയാണ്. ആ ഒരു പല്ലിന്റെ ഒരു കൂർമ്മത കണ്ടാൽ തന്നെ നമുക്ക് വലിയ ഭയം തോന്നും. അപ്പൊ കടലിന്റെയും കടൽ ജീവികളുടെയൊക്കെ വൈവിധ്യം അങ്ങനെ നിരവധിയുണ്ട്.